സ്റ്റാർട്ടപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ LP UP സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റുകളൂടെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ വ്യാപരന് സുഖത്തിനായി വരേണം എന്നത് ഏത് കൃതിയിലെ വരികൾ ആണ്? ഏതാണ്? ആത്മോപദേശകം എന്നുള്ളതിൻ്റെ കൃതിയിലെ വരികളാണ് ഇവ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകമാണ് ജാതിമീമാംസ. അപ്പോൾ ഏതാണ്? ജാതിമീമാംസയിലെ വരികളാണ് ഏത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള ഈ വചനം. ഇനി SNDPയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശനാണ് ആദ്യ സെക്രട്ടറി. ഇനി എന്താണ്? കുമാരനാശൻ എന്താണ്? വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കൂടിയാണ്. എന്താണ് വിവേകോദയം? SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. ഇതിന് മറ്റൊരു പേരുണ്ട്, ഈഴവ ഗസ്റ്റ് എന്നും പേരുണ്ട്. ഇത് 1904 പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇനി ഇത് വിവേകോദയം ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഔദ്യോഗിക പത്രാധിപനാണ് M. ഗോവിന്ദനായിരുന്നു ഔദ്യോഗിക പത്രാധിപനായിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ആസ്ഥാനം കൊല്ലമാണ്. ഇതിൻ്റെ SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാമഠം. ശിവഗിരി ശാരദാമഠത്തിൻ്റെ ഷേപ്പ് എന്താണ്? അഷ്ടഭുജാകൃതിയിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശ്രീലങ്കയിൽ സംഘടിപ്പിച്ച സംഘടനയാണ് സിലോൺ വിജ്ഞാനോദയം യോഗം. അപ്പോൾ സിലോൺ വിജ്ഞാനോദയ യോഗം എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടനയാണ് സിലോൺ വിജ്ഞാനോദയം യോഗം. ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിലെ മലയാളി എന്ന വിശേഷണം നൽകിയ ദിനപത്രമാണ് മലയാള മനോരമ. എന്താണ്? നൂറ്റാണ്ടിലെ മലയാളി എന്ന വിശേഷണം നൽകി. കാഞ്ചീപുരത്ത് നാരായണ സേവാ കേന്ദ്രം സ്ഥാപിച്ച ഗുരുവിൻ്റെ ശിഷ്യനാണ് ഗോവിന്ദാനന്ദ സ്വാമി എന്ത് സ്ഥാപിച്ചു? കാഞ്ചീപുരത്ത് നാരായണ സേവാശ്രമം സ്ഥാപിച്ചു. ടാഗോർ ഗാന്ധിജിയെയും ശ്രീനാരായണ ഗുരുവിനെയും കണ്ടുമുട്ടിയ സ്ഥലമാണ് ശിവഗിരി. ടാഗോറിൻ്റെ സന്ദർശന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് CF ആൻഡ്രൂസ്. അപ്പോൾ ഇവർ കണ്ടുമുട്ടിയത് എവിടെയാണ്? ശിവഗിരിയിലാണ്. കൂടെ ഉണ്ടായിരുന്ന വ്യക്തി CF ആൻഡ്രൂസ് ആണ്. ഇവർ കണ്ടുമുട്ടിയ വർഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കേണ്ടതാണ്. താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത് ആലുവ സമ്മേളനത്തിലാണ്. ആലുവ സമ്മേളനത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. കളവൻകോടം, ഉള്ളല എന്നീ ക്ഷേത്രങ്ങളിൽ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഇതിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കളവൻകോടം. ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് വിളക്കമ്പലം. ഗുരു ഓം എന്നെഴുതിയ പഞ്ചലോഹ ഫലകം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ഉരുക്കുംപുഴ. കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്നത് ശ്രീനാരായണ ഗുരുവിനെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ശ്രീലങ്കൻ യാത്രയിൽ ധരിച്ചിരുന്ന വേഷം കാവിയാണ്. സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ളയാണ്. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത ചടങ്ങ് SNDP യോഗം കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗമാണ്. ഗുരുവിൻ്റെ ശിഷ്യനായ ആദ്യ യൂറോപ്യനാണ് ഏണസ്റ്റ് കിർക്കാണ് യൂറോപ്യനായ ആദ്യ ശിഷ്യൻ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? കന്നേറ്റിക്കായലാണ്. കന്നേറ്റിക്കായലിലാണ് ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളം കളി നടക്കുന്നത്. ശിവഗിരി നേരത്തെ അറിയപ്പെട്ടിരുന്നത് കുന്നുംപുറം എന്നാണ്. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സർക്കുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂരിനാണ്. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ, അത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ എന്താണ്? ശിവഗിരിയുടെ മറ്റൊരു പേരാണ് കുന്നുംപുറം. അപ്പോൾ എന്താണ്? അവാർഡ് ലഭിച്ചത് ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സർക്കുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂരിനാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പിന്നെ പറയുകയാണെങ്കിൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ്. പിന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി കൂടിയാണ്. പിന്നെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ഏതൊക്കെയാണ്? സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ, പിന്നെന്താണ്? നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ ജീവിത രീതിയൊക്കെ ആസ്പദമാക്കി എഴുതിയ K. സുരേന്ദ്രൻ എഴുതിയൊരു നോവലാണ് ഗുരു.
പെരുമാവ് ശ്രീധരൻ എഴുതാണ് നാരായണം. ഗുരുദേവ കർമാമൃതം എഴുതിയത് കിളിമാനൂർ കേശവനാണ്. മഹർഷിത് ശ്രീനാരായണ ഗുരു എന്ന ആ നോവൽ എഴുതിയത് ടി ഭാസ്കരനാണ്. ശ്രീനാരായണ ഗുരുസ്വാമി എഴുതിയത് MK സാനുവാണ്. സിനിമയിൽ ശ്രീനാരായണ ഗുരു എന്നുള്ള സിനിമ സംവിധാനം ചെയ്ത PA ബക്കറാണ്. യുഗപുരുഷൻ സംവിധാനം ചെയ്ത R സുകുമാരനാണ്. ഈ യുഗപുരുഷനിലെ ശ്രീനാരായണ ഗുരുവിന് ആ വേഷം ചെയ്തത് തലൈവാസൽ വിജയാണ്. ഇനി ട്രാൻസ്ലേറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരുവും ടാഗോറും കണ്ടുമുട്ടിയപ്പോൾ കുമാരനാശാനും, ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയപ്പോൾ N കുമാരനുമാണ് ട്രാൻസ്ലേറ്ററായിട്ട് ഉണ്ടായിരുന്നത്. ഇനി പറയുന്നത് വഞ്ചിപ്പാട്ടിനെ കുറിച്ചാണ്. ഗജേന്ദ്രമോക്ഷം എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. ശാകുന്തളം എഴുതിയത് KP കറുപ്പൻ. കുചേലവൃത്തം എഴുതിയത് രാമപുരത്ത് വാര്യരാണ്. അപ്പം ഇത് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എഴുതിയത് ശ്രീനാരായണ ഗുരു. ശാകുന്തളം വഞ്ചിപ്പാട്ട് എഴുതിയത് KP കറുപ്പൻ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയത് രാമപുരത്ത് വാര്യർ. ഗുരുവിനെ കുറിച്ചുള്ള പാഠങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.